ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചങ്ങാണ് കൃഷിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ചെറുപയറും ഉഴുന്നും വെള്ളത്തിലിടാനാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൃഷിയിടത്തിന് ചേർന്ന് ഒരു പടിഞ്ഞാറ് വശത്തായിട്ട് നമ്മളൊരു സ്ഥലം, ഒരു പാടം അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു പാടം നമ്മൾ വരമ്പൊക്കെ കോരി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ നമ്മൾ ചെറുപയർ ഉഴുന്നും കൃഷി ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മളിതേ ഇവിടെ ചെറുപയർ ഉഴുന്നും നമ്മൾ കുടഞ്ഞിട്ടിട്ടുണ്ട്. അത് നോക്കിനി വെള്ളത്തിലേക്ക് കുതിർക്കാനായിട്ട് ഇടണം. ഈ ഒരു കറുത്ത ഉഴുന്നാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. പച്ചമരുന്ന് കടയിൽ നിന്നാണ് ഇത് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഉഴുന്ന് നമ്മൾ ഈ ഒരു പോളിഷ് ചെയ്യാത്ത ഉഴുന്ന് വേണം നമ്മൾ ഇതിന് എടുക്കേണ്ടത്. സാധാ നമ്മൾ പോളിഷ് ചെയ്ത ഉഴുന്നല്ല ഈ വിത്ത് മുളയ്ക്കാനായിട്ട് എടുക്കേണ്ടത്. അപ്പം നമുക്ക് വെള്ളത്തിലേക്ക് കുതിർക്കാനിട്ടാലോ? അപ്പോൾ കൂട്ടുകാരെ, ഇത് നമ്മൾ ട്രാക്ടർ കൊണ്ടാണ് ഉഴുതത്. അപ്പോൾ ട്രാക്ടർ കൊണ്ട് ഉഴുകയും വരമ്പ് പോലെയൊക്കെ ചെയ്തു. പക്ഷേ അത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതൊരു രാത്രി ഒരു സമയമൊക്കെ ആയപ്പോഴാണ് പുള്ളിക്കാരൻ വന്ന് അത് വരമ്പ് പോലെയും ട്രാക്ടർ കൊണ്ട് ഉഴുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇത് രാത്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഈ ഒരു രാത്രി മുഴുവൻ നമ്മുടെ ഈ ഉഴുന്നും ചെറുപയറും ഒരു രാത്രി വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് വെള്ളത്തിൽ നിന്ന് വാരി വെക്കണം. വാരി വെച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒരു മുളയൊക്കെ പൊട്ടി വരും. അപ്പോഴാണ് നമ്മളിത് നടേണ്ടത്. അപ്പോൾ കൂട്ടുകാരെ, ഇനി നമുക്ക് മുളപ്പിച്ച് അത് നടുന്ന വീഡിയോ കണ്ടാലോ? വാ. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ മുളപ്പിച്ച ഉഴുന്ന്. ഇതാണ് നമ്മുടെ മുളപ്പിച്ച പയറും. ചെറുപയറും ഉഴുന്നുമാണ് ഇത്തവണ അയനുശ്രീയും അനുശ്രീയും ചേർത്തലയുടെ ചോരിമണലിൽ വിതച്ചത്. ചേർത്തല നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ജോഷിയുടെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ വിത്ത് വിതച്ച് ഉദ്ഘാടനം ചെയ്തു. ഓണത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ ഇവരെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഇവരിതുപോലെ കുട്ടിക്കർഷകരാണെന്നും വരണമെന്നും പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുമ്പോഴത്തേക്കും ഇത്രയും ഇവർ വലിയ ഗംഭീരമായിട്ടുള്ളതായിട്ടുള്ള ഈ ജമന്തിപ്പൂക്കൾ, അതായത് വലിയ പൂവല്ലേ, ഏറ്റവും വലിയ പലതരത്തിലുള്ള പൂക്കളായിരുന്നു നമ്മൾ കണ്ടത്. അത് കുഞ്ഞുങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു വാസന ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും കാണിക്കുന്നതായിട്ടുള്ള രീതികളിൽ കൂടി തന്നെ ആയിരിക്കണം അവർ ആ ഒരു രംഗത്തേക്ക് വന്നത്. പക്ഷേ അത് ഏറ്റവും വലിയൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു അന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇവർ മന്ത്രിയുടെ കയ്യിൽ നിന്ന് വരെ സമ്മാനം മേടിക്കത്തക്ക രീതിയിലേക്ക് അവർ വളർന്ന് വലുതായി പന്തലിച്ചെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ഇന്നിപ്പം നമ്മൾ കാണുന്നതായിട്ടുള്ളൊരു കാഴ്ച, ഇപ്പം കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതല്ല അവരുടെ കയ്യിലിരിക്കുന്ന ഉഴുന്നും അതുപോലെ തന്നെ ചെറുപയറും അവർ സ്വന്തമായിട്ട് വാങ്ങിച്ച് വെള്ളത്തിൽ കുതിർത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള പരുവത്തിൽ അവർ വെച്ച് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അതിപ്പം അവർക്ക് എക്സാമാണ്. എന്നിട്ട് കൂടിയും ആ കൊച്ചുമക്കൾക്ക് ഇത് നട്ട് പരിപാലിച്ച് വീണ്ടും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു നേട്ടം, മറ്റുള്ളവർ ചെയ്യാത്തതായിട്ടുള്ള രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഉദ്ദേശം അവർക്ക് കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കിയാണ്. ചേർത്തല നഗരസഭയിലെ കൗൺസിലർമാരായ ബിന്ദു ഉണ്ണികൃഷ്ണൻ, സുജാത, സതീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏകദേശം 1.5 ഏക്കറോളം സ്ഥലത്താണ് ഇവർ വിവിധ കൃഷികൾ ചെയ്യുന്നത്. കൂട്ടുകാരെ, അപ്പോൾ ഇതാണ് നമ്മുടെ മുളച്ച ചെറുപയർ. കൂട്ടുകാരി, നമ്മുടെ പയറൊക്കെ വലുതായി ഇവിടെ കായ്ച്ചൊക്കെ കിടപ്പുണ്ട്. ഇതാണ് പയറെല്ലാം ഇങ്ങനെ വിളവായി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കൂടാതെ നമ്മുടെ ഉഴുന്നും ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഉഴുന്ന് ഇങ്ങനെ റെഡിയായത് വന്നതേ ഉള്ളൂ.